ചെണ്ടുമല്ലി തൈകൾ നടുന്ന പണിയിലാണ്. ഇന്നലെ നമ്മൾ കുറെ തൈകളൊക്കെ നട്ടു. ഇനി കുറച്ച് തൈകളോട് നമുക്ക് നടാനുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് വൈകി പോയിട്ടോ തൈകളൊക്കെ നട്ടു കൊടുക്കാൻ. അതുകൊണ്ട് തൈകൾ കണ്ടില്ല, നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. നട്ട് 2 ആഴ്ചയൊക്കെ അതിന്റെ വലുപ്പം ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ മണ്ണിൽ വെച്ച് കൊടുത്താൽ റെഡി ആയി കിട്ടും. നല്ല മഴ കാരണേ നമുക്ക് ഇവിടെ സ്ഥലം ഒരുക്കാൻ കുറച്ച് പണിയായിപ്പോയി. ഇവിടെയൊക്കെ നമ്മൾ ചീര നട്ട സ്ഥലമായിരുന്നു. ചീര നട്ടതും പടുമുളയായിട്ടൊക്കെ ചീര ഉണ്ടായ സ്ഥലമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ ഏരി എടുത്തപ്പോഴേക്കും മഴ വന്ന്. പിന്നെ ഇപ്പൊ മഴ മാറിയതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥ കിട്ടിയാൽ നമുക്ക് വേഗം നട്ടു കൊടുക്കാം. അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ നോക്ക്, ഇതൊക്കെ ഇന്നലെ നട്ട് കഴിഞ്ഞതാ കേട്ടോ. ഏകദേശം നട്ട് കഴിഞ്ഞു. ഇന്ന് നമുക്കൊരു 1.5 ട്രൈയും കൂടി ഇനി നട്ടു കൊടുക്കാനുള്ളൂ. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഫുള്ള് നടുന്ന പണിയിലായിരുന്നു. നല്ലൊരു കാലാവസ്ഥ ഒത്തു കിട്ടി. അപ്പൊ വേഗം നട്ട് കഴിഞ്ഞ് ഇതിന് പൂ പറിക്കാനാണ്. അങ്ങനെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ജൂലൈ ആദ്യത്തിൽ നട്ടു കൊടുക്കണമായിരുന്നു. അപ്പൊ നമ്മൾ ചട്ടി വിലവൊക്കെ ആ സമയത്ത് നട്ട് അതെന്തായാലും നമുക്ക് ഓണത്തിന് പൂ പറിക്കാനാവും. ഇത് ചിലപ്പം ആയി കിട്ടൂല. എന്നാലും നല്ല കാലാവസ്ഥ, അധികം മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതും പെട്ടെന്ന് നോക്കിയൊക്കെ എടുത്താൽ ഓണത്തിന് കിട്ടും. ഇനി ഓണത്തിന് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ അധികം ലക്ഷ്യം ഇടുന്നത് പൂജയ്ക്കാണ്. നമ്മൾ വയനാട്ടിലൊക്കെ ഓണ സമയത്ത് നല്ല മഴ കാരണം നമുക്ക് കറക്റ്റ് പൂവായി കിട്ടൂല. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നേരത്തെ നട്ടിട്ടും നല്ല മഴ കാരണം ഓണ സമയത്ത് പൂവായി വരുന്നേ ഉള്ളായിരുന്നു. അപ്പൊ നമ്മൾ കൂടുതലും വിറ്റലും ആവശ്യക്കാരൊക്കെ വന്നത് നമുക്ക് പൂജയ്ക്കാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തായാലും പൂജയ്ക്ക് എന്തായാലും ആയി കിട്ടും. നമുക്ക് കുറച്ചുകൂടെ വിലയും കിട്ടും ആ സമയത്താട്ടോ. അപ്പൊ നമ്മൾ നടുന്നതിന് ഇതുപോലെ ഏരിയകൾ എടുത്തിട്ടുണ്ട്. പച്ചക്കറിക്കൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഏരി എടുക്കുന്നത്. ആ ഏരിയയിൽ നമ്മൾ കുമ്മായൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ നട്ട ഭാഗത്ത് കണ്ടല്ലോ ഇതുപോലെ കുഴി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് അധികം നടന്നില്ല. ഇനി ഈ കാണുന്ന ലെവൽ വരെയായിട്ട് നമ്മൾ ചെണ്ടുമല്ലി നടുന്നുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നല്ല കാലാവസ്ഥ കിട്ടിയാണ് നമ്മൾ പച്ചക്കറിയാണ് നടുന്നത്. ഇനി തൈകൾ വെച്ചു കൊടുക്കാം. ഇവിടെയൊക്കെ കണ്ടില്ല നട്ട് കഴിഞ്ഞത്. ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇരുന്ന് മൊത്തം നട്ട് കഴിഞ്ഞിട്ട് ഇനി കുറച്ചും കൂടെ 1.5 ട്രൈയും കൂടെ നമുക്ക് നട്ടു കൊടുക്കാനുള്ളൂ. ഇവിടെ വരെ നട്ട് നിർത്തിയതാ. അപ്പൊ ഇതിൽ കണ്ടില്ല ഓരോ കുഴികൾ എടുത്തിട്ടുണ്ട്. നമ്മളൊരു 3/4 അടി ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ കുഴികൾ എടുത്തിട്ടുണ്ട്. ക്യാബേജ് ഒക്കെ നടുമ്പോൾ നമ്മൾ 1/2 അടി ഗ്യാപ്പേ ഉള്ളൂ. ഇതിന് നമ്മളൊരു 3/4 അടി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിന് മണ്ണ് വലിക്കാനും പിന്നെ ചെണ്ടുമല്ലി ഒന്ന് പടർന്നൊക്കെ വരുമല്ലോ കുറച്ച്. അപ്പൊ ആ ഒരു ഇതിലേക്കുള്ള അളവ് നമ്മൾ വിട്ടു കൊടുക്കണം. അപ്പൊ ഇതിലൊക്കെ നമ്മൾ വളം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൈകളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആദ്യത ജൈവവളം അടിവളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല ജൈവവളമായ ആട്ടിൻകാഷ്ടാട്ടോ. അപ്പൊ അതെല്ലാം കുഴിയിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് തൈകൾ വെച്ച് പോയാൽ മതി. പിന്നെ ഇന്നത്തെ കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ വേണ്ട ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പൊ ഈ തൈകളൊക്കെ ഉണ്ടല്ലോ നല്ല പിടിച്ചു കിട്ടാൻ നല്ലതാ. ചിലതൊക്കെ നമ്മൾ പറിച്ചു നടുന്ന സമയത്ത് ട്രെയിൻ എടുക്കുമ്പോഴൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടാത്തൊക്കെ ഉണ്ട്. അതൊക്കെ ചെറുതായിട്ട് വാടും. അപ്പം നല്ല ഇങ്ങനത്തെ ചെറിയ മഴ കിട്ടുന്നതുകൊണ്ട് കണ്ടില്ല എല്ലാം വീർന്ന് നിൽക്കുന്നുണ്ട്. 1-2 തൈകൾക്ക് ചെറിയ വാട്ടുണ്ട്. തീരെ ഇങ്ങനെ പറ്റ വേരിങ്ങനെ പറിച്ചെടുത്തായിരുന്നു കേട്ടോ. അത് റെഡിയായി കിട്ടും. പിന്നെ നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. കുറച്ച് വലിയ തൈകളായതുകൊണ്ട് കുഴിയും കുറച്ച് വലുപ്പമുള്ള കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ വളങ്ങളൊക്കെ തട്ടി അത്യാവശ്യം നല്ല മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ചെണ്ടുമല്ലിയുടെ പ്രത്യേകത കണ്ടില്ലേ, ഇതുപോലെ വേര് മുകളിലോട്ട് ഇങ്ങനെ വന്നു കൊടുക്കും. അപ്പൊ മാക്സിമം നമ്മൾ വലിപ്പം കൂടിയതൊക്കെ ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെച്ചിട്ട് നമ്മളിതാ അടിഭാഗം ചെരിച്ച് മുകൾ ഭാഗം ഇതുപോലെ നിർത്തി വെക്കുക. എന്നിട്ട് മണ്ണിട്ടാൽ ആ തണ്ടിലൊക്കെ വേര് പിടിച്ച് നല്ല നമ്മളെ വലിപ്പം കൂടിയ പ്രശ്നം മാറിക്കിട്ടും. ഇപ്പൊ കാണുമ്പോൾ കണ്ടില്ലേ തൈകളൊക്കെ കരുത്ത് കുറവാണ്. ഇതൊക്കെ ട്രേയിൽ വെച്ചിട്ട് സമയം കഴിഞ്ഞു പോയി നട്ടു കൊടുക്കണ്ടേ. പക്ഷെ ഇതൊക്കെ നല്ല പച്ചപ്പിൽ വരും കേട്ടോ. ഇനി മണ്ണിലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്താൽ തൈൻ്റെ വലുപ്പം നമുക്ക് നല്ല ചെറിയ തൈ വെച്ച പോലെ തന്നെ ഒന്ന് വളച്ച് വെച്ച് കൊടുക്കുക. വേര് അവിടെയൊക്കെ പിടിച്ചു കിട്ടും. പിന്നെ തൈകൾക്ക് നല്ല കരുത്ത് വരും കേട്ടോ. മണ്ണിൽ ഇങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു 2 ദിവസം കൊണ്ട് തന്നെ ശരിക്കും ഇത് പച്ചപ്പ് വരും. ചിലതിനൊക്കെ മുട്ട് വരുന്നുണ്ട്. അതുപോലെ അതൊക്കെ ഇതിന്റെ പ്രായമായത് അതുപോലെ നുള്ളി കൊടുത്തിട്ടാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. ഇതുപോലെ വളച്ച് വെച്ച് കൊടുത്താൽ എളുപ്പത്തിൽ നടാം. രണ്ട് നിറം ചെണ്ടുമല്ലി നമ്മൾ നടുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് നമ്മൾ ഓറഞ്ചും അപ്പുറം സൈഡിൽ നമ്മൾ മഞ്ഞ ആദ്യം നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ എന്തായാലും പോക്ക് തൈയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കേണ്ടി വരും. ഇന്ന് രാവിലെ തന്നെ വന്നപ്പോൾ കുറേ എണ്ണം തവള വെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തൈകൾ മാറ്റി നട്ടു കൊടുത്തു. അത് പച്ചക്കറി തൈ നട്ടാലും ചെണ്ടുമല്ലി നട്ടാലും ഒക്കെ ആ ഒരു പ്രശ്നം വരും. 1-2 ദിവസം തവളയുടെ വെട്ടലുണ്ടാവും. ഇവിടെ ഞണ്ടിന്റെ ശല്യമില്ല, കരയായതുകൊണ്ട്. വയലിലാണെങ്കിൽ ഞണ്ടിന്റെ ശല്യം വരും. നമുക്ക് വേഗം നട്ടു കൊടുക്കാം. അപ്പൊ നമ്മൾ തൈകളൊക്കെ നട്ട് കഴിഞ്ഞ വർഷം ആ എൻഡ് വരെ നമ്മൾ അത്രയും സ്ഥലം മൊത്തം നമ്മൾ ചെണ്ടുമല്ലി നട്ടിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പകുതിയെ നടുന്നുള്ളൂ. കൂടുതൽ നമ്മൾ ചട്ടിയിൽ കൂടെ നട്ടതുകൊണ്ടാണ്
ഇവിടെ നമ്മൾ ചെണ്ടുമല്ലി കുറച്ച് കേട്ടോ. എന്നാലും നമുക്ക് കഴിഞ്ഞ വർഷം നട്ട ചെണ്ടുമല്ലി തന്നെ രണ്ടും കൂടെ ചട്ടിയിലുള്ളതും ഇവിടെ ഉള്ളതും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷം നട്ട പോലെ തന്നെ ആയി. ഇവിടുന്ന് ഇങ്ങോട്ടും ഇനി നമ്മൾ പച്ചക്കറിയായിട്ട് നടുന്നത്. അപ്പൊ ബാക്കി സ്ഥലത്തും ഇവിടെയൊക്കെ നമ്മളിനി പച്ചക്കറി കറക്റ്റ് പച്ചക്കറി നടാൻ പറ്റിയൊരു കാലാവസ്ഥ ഇട്ടിട്ട് ഇടയ്ക്കൊരു മഴ എന്നാലും വെയിലുണ്ട്. അപ്പൊ നമ്മൾ സ്ഥലമൊക്കെ കളയൊക്കെ മാറ്റി വൃത്തിയാക്കി ഇവിടെ നമ്മൾ മൊത്തം ഈ പച്ചമുളകായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന് 2 ദിവസം കൊണ്ട് അതിന്റെ ഏരിയയും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പുറത്ത് നമ്മൾ ഏരി എടുത്തതിൽ കുഴികളൊക്കെ വെച്ചിട്ട് ആ സൈഡിൽ നമ്മൾ ക്യാബേജ് ആട്ടാക്കുന്നത്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയില്. അപ്പൊ കുറച്ച് വൈകിട്ടാണെങ്കിൽ നമ്മൾ ചെണ്ടുമല്ലി നട്ടത് എന്തായാലും നമുക്ക് വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ബയോഗ്യാസിന് സ്ലറി കൊടുത്താല് ഇതൊക്കെ പെട്ടെന്ന് പോരും. പിന്നെ ചെണ്ടുമല്ലിക്ക് മറ്റു ചെടികളുമായി പെട്ടെന്ന് അങ്ങനെ വളർച്ചക്കുറവൊന്നുമില്ല. വളം കറക്റ്റ് സ്ലറിയും കാര്യങ്ങളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി വരും. പിന്നെ കീടങ്ങളെ ശല്യമില്ല. നമ്മൾ അതാണ് മെയിനായിട്ട് ചെണ്ടുമല്ലിക്ക് വേറെ രോഗങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മള് ഏത് കൃഷി ചെയ്യുമ്പോഴും ഇടയ്ക്ക് ചെണ്ടുമല്ലി ഇങ്ങനെ വെക്കുന്നത് നല്ലതാട്ടോ. ഒരുവിധം കീടങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞും കിട്ടും. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചെണ്ടുമല്ലിയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഈ കാലാവസ്ഥ കിട്ടിയതുകൊണ്ട് വേഗം ഇനി പച്ചക്കറി തൈകളൊക്കെ നട്ടു തീർക്കണം. അപ്പൊ ആ കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് വേഗം തന്നെ ക്യാബേജ് നട്ടു കൊടുക്കണം. അപ്പൊ അടുത്ത പണി അതാണ്. വീഡിയോ ഇവിടെ നിർത്തി വേഗം അടുത്ത പണിയിലോട്ട് പോട്ടെ കേട്ടോ.